പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട്, അപ്പോൾ തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാതിരുന്നിടത്ത്, നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ പരിമിതികൾക്കും അപ്പുറത്ത് ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവിക്കായും ദൈവത്തിൻ്റെ സ്നേഹത്തിനായും ദൈവത്തിൻ്റെ കരുണയ്ക്കായും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മയ്ക്കായും നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായും അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കായും ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആധാരമായി യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കേൾക്കുന്നതും പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുമായ ഒരു അനുഗ്രഹീത ദൈവവചനമാണ്. യാക്കോബ് അപ്പോസ്തലൻ അന്നത്തെ ദൈവസഭയെ ഓർപ്പിക്കുന്നത് സഭ പീഡന കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ടൈമിൽ ക്രൂര ഭരണാധികാരികളായ റോമൻ ഭരണാധികാരികൾ വെസ്പേഷ്യനും ഡയോക്ലീഷ്യനും നീറോയും ഒക്കെ ഭരിച്ചിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിനകത്ത് സഭ ക്രൂരമായ പീഡനത്തിൽ കൂടി കടന്നുപോയി. പലരും വിശ്വാസത്യാഗം സംഭവിച്ചു, പലരും വിശ്വാസം വിട്ട് പിന്മാറിപ്പോയി. എങ്കിലും കർത്താവിനെ വാസ്തവമായി കണ്ട, യേശു കർത്താവിനെ രക്ഷകനായി അറിഞ്ഞ ചിലര് നേടിയ വിശ്വാസത്തിന് പ്രാപിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ സഭ ചഞ്ചലപ്പെട്ട് വേദനിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അവരെ ഉറപ്പിക്കുന്ന ലേഖനമാണ് യാക്കോബിൻ്റെ. അപ്പോൾ തന്നെ സഭയുടെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക നിയമസംഹിത അടങ്ങിയിരിക്കുന്ന പുസ്തകം എന്നും കൂടെ യാക്കോബിനെ പറയുന്നു. എല്ലാവരും പൗലോസ് അപ്പോസ്തലനൊക്കെ തിയറിയായി ഇങ്ങനെയെന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായി നിങ്ങളുടെ ഇടയിൽ ഒരുവൻ സ്വർണ്ണമോതിരം അണിഞ്ഞു വന്നാൽ അവനോട് സുഖേന എൻ്റെ അടുത്തിരിക്ക എന്നും, ദരിദ്രനായി ഒരുവൻ വന്നാൽ അവനോട് താഴെ ഇരിക്ക എന്നും, വിശന്നു വരുന്നവനോട് തീ കായുക, ആഹാരം കൊടുക്കാതെ തീ കായുക എന്നും പറയുന്നതല്ല വിശ്വാസം എന്ന് പ്രായോഗിക വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന യാക്കോബിന്റെ ലേഖനം. ഈ ലേഖനം തുടങ്ങുമ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വിചാരിച്ച് അതെങ്കിലും ആശ്ചര്യപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിന്റെ കാരണം പരീക്ഷ എന്ന് പറയുന്നതുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കകത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്നു എന്ന് തോന്നിയാൽ ദൈവകുഞ്ഞെ, നിന്നെ ഉറപ്പിക്കാനുള്ളതാ ഈ വചനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോബ് അപ്പോസ്തലൻ എഴുതി വെച്ച് ഇന്ന് ഇത് നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ച് കാതുകളിൽ ഇതേ വചനം എത്തുമ്പോൾ മറക്കരുത്, നിന്നെ ഉറപ്പിക്കാനുള്ളതാ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ ഉറപ്പിക്കാനുള്ളതാണ് ഈ വചനം. ഈ വചനം പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു പരീക്ഷ ഉണ്ടായെങ്കിലേ പ്രൊമോഷൻ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാത്ത ഒരുത്തൻ +2 ഇരുന്ന് കണ്ടിട്ടില്ല. കാരണം അവൻ പരീക്ഷ എഴുതി പാസ്സായാലേ അടുത്ത ഗ്രേഡ് ഉള്ളൂ. +2 പാസ്സായി ഒരുത്തനെ ഡിഗ്രിക്ക് ഇരിക്കുകയുള്ളൂ. 1ാം ക്ലാസ്സിൽ പാസ്സാകാത്തവൻ 2ാം ക്ലാസ്സിൽ കയറത്തില്ല. ഞാൻ ഈ പറയുന്ന ഓൾ പ്രൊമോഷൻ സിസ്റ്റം അല്ല, റെഗുലറായിട്ട് പഠിച്ചു വരുന്നവരെ. നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് പഠിച്ചു വരുന്ന ഒരുവന് പരീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈ പരീക്ഷ തകർത്ത് കളയാനല്ല, നിന്നെ അളക്കാനാണ് പരീക്ഷ. നിന്റെ പ്രൊമോഷന്റെ, നിനക്ക് വേണ്ടിയുള്ള പ്രൊമോഷന്റെ അളവുകോലാണ് പരീക്ഷ, തകർത്ത് കളയുന്നതല്ല. ഒരു സാഹചര്യവശാൽ നിനക്കെതിരെ ഒരുവൻ വന്ന് നീയുമായിട്ടൊരു ദ്വന്ദ്വയുദ്ധം, മല്ലയുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ ഇത് നിന്നെ തകർത്തു കളയാനല്ല, നീ പരീക്ഷ പാസ്സായി പുറത്തു വരാ അടുത്ത ഗ്രേഡിലേക്കുള്ള പ്രൊമോഷനാ. ദാവീദും ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം നമ്മൾ കാണുന്നത് ഒരു യുദ്ധമായിട്ട് കാണുന്നത്. അത് യുദ്ധമല്ല. ദാവീദിനെ സംബന്ധിച്ച് ആ പരീക്ഷണം എന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന രാജാവിനെ പുറത്തു കൊണ്ടുവരാൻ, അതിന് പ്രൊമോഷൻ കൊടുക്കാൻ ഗ്രേഡ് പാസ്സാക്കുന്ന, 1ാമത്തെ ഗ്രേഡ് പാസ്സാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു ടെസ്റ്റാ, പരീക്ഷയാ. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും ഒരു ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ, ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് പാസ്സാകണം. നീ അതിന് ക്വാളിഫൈഡ് ആകണമെങ്കിൽ ആ ടെസ്റ്റ് പാസ്സാകണം. ടെസ്റ്റ് പാസ്സാകുന്ന ഒരുവന് മാത്രമേ ഇന്റർവ്യൂ ഉള്ളൂ.
ക്രിസ്തീയ ലോകത്തിലെ ആത്മീയ വിശ്വാസത്തിനകത്ത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നീ വേദനയിൽ കൂടി കടന്നു പോകുന്നുണ്ടാകാം. നീ ഒരുപക്ഷെ വീട്ടിനകത്ത് വേദന അനുഭവിക്കുന്ന വ്യക്തിയാകാം. സഹോദരങ്ങളാൽ, രക്തബന്ധങ്ങളാൽ, ചാർച്ചക്കാരാൽ, പ്രിയപ്പെട്ടവരാൽ വേദന അനുഭവിക്കുന്ന ദൈവത്തിലെ നിന്നോടാ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പെനീന എന്ന് പറയുന്ന സ്ത്രീ അനുദിനം മുഷിപ്പിച്ചുകൊണ്ടിരുന്നു ചാർച്ചക്കാരിയായ കൂട്ടുസഹോദരിയായ കൂടെയുള്ള ഹന്നെ. അതൊരു പരീക്ഷയാ. ഹന്നെ എന്ന് പറയുന്ന കൂടെയുള്ളവൾ ഒരുപക്ഷെ കൂടപ്പിറപ്പെന്ന് പറയാവുന്നത് പോലെ അവളുടെ പരീക്ഷ, അവളുടെ പുച്ഛം, അവളുടെ നിന്ന, അവളുടെ പരിഹാസം, മക്കളില്ലാത്തതിന്റെ വേദന, ഇതൊരു നിന്നയാ, ഇതൊരു പരിഹാസമാ, ഇതൊരു പരീക്ഷ തന്നെയാ. മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ പരീക്ഷ. എന്നാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള വാഗ്ദത്ത കിരീടം അതിനുവേണ്ടിയാ ഓട്ടക്കളത്തിൽ ഓടി വരുന്ന ഫസ്റ്റ് വരുന്ന ഒരുവൻ, പിന്നെ റണ്ണറപ്പായിട്ട് വരുന്നു, ആദ്യം ഓടി വരുന്ന ഒരുവനുണ്ട്. അതൊരു ടെസ്റ്റാ, അതൊരു പരീക്ഷയാ. ആ 100 മീറ്റർ ഓടി വരുന്ന ആദ്യം വരുന്നവരെ ലക്ഷ്യസ്ഥാനത്ത് ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുന്നവരെ നോക്കി ഒരു കപ്പിരിപ്പുണ്ട്, ഒരു ഗോൾഡൻ കപ്പ്, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മെഡൽ ഇരിപ്പുണ്ട്. ആ റണ്ണറപ്പായിട്ട് വേറെ രണ്ടാമത് എത്തുന്ന അവനും കിട്ടും ഒരു കപ്പ്. പക്ഷേ ആദ്യം ഓടി വരുന്ന ഒരുവനുണ്ട്, അവനാ പരീക്ഷ ജയിക്കുന്ന ഒരുവൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവരായി തെളിഞ്ഞ ശേഷം അവനുള്ളത് ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കിരീടം. കുഞ്ഞെ, നീ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഓട്ടത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ജയിച്ചിട്ട് ദൂരെ നിന്ന് കണ്ടു, ഫിനിഷിംഗ് പോയിന്റിനെ നോക്കിയിട്ട് ദൂരെ നിന്ന് കണ്ടു ആ കപ്പ്, ആ കിരീടം ദൂരെ നിന്ന് കണ്ടു. ആ ഓട്ടത്തിനകത്ത് മുട്ടുപൊട്ടി കാലും കയ്യും വേദന എടുത്ത് ഓടാൻ പറ്റാത്തതുപോലുള്ള സാഹചര്യം ഉണ്ടായി. ഒരുപാട് രക്തമൊഴുക്കേണ്ടി വന്നു, വേദനപ്പെട്ടു, സങ്കടപ്പെട്ടു. പക്ഷേ ഓട്ടത്തിന്റെ അവസാനം ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ട് പറഞ്ഞു, ഞാനത് പ്രാപിച്ചു, ഞാൻ നല്ല ഓർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം, അത് തൊട്ടടുത്തുള്ള നീതിയുടെ കിരീടം. അതാ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും വേദനയിലാണെങ്കിൽ, ഏതെങ്കിലും സങ്കടത്തിലാണെങ്കിൽ, കുഞ്ഞെ, നിന്നെ തകർത്ത് കളയാനല്ല, ഇത് സഹിക്കുന്ന നീ ഭാഗ്യവാൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം നിനക്കായി വെച്ചിരിക്കുന്ന വാഗ്ദത്ത കിരീടം കർത്താവ് നിനക്ക് തരികയാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. സ്വർഗം കൂടിയിരിക്കുന്നു, ആത്മാവിൽ ബലപ്പെടുത്തും, അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് വേദനയിൽ, സങ്കടത്തിൽ, ദുഃഖത്തിൽ, ഏതെങ്കിലും പരീക്ഷയിലായിരിക്കുന്നെങ്കിൽ അതിൽ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ ദൈവമേ അങ്ങ് ദാനം ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തിനായി നന്ദി. പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവകൃപ കൂടി ഇരിക്കട്ടെ. കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ മറക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.